ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടറ്റോ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി കേട്ടോ. ബ്രെഡും ഉരുളക്കിഴങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും അതേപോലെ തന്നെ വീട്ടിലെ സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺവെട്ടത്തിൽ എപ്പോഴും കാണുന്ന സിമ്പിളായിട്ടുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പാടൊന്നുമില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ല അടിപൊളി സാൻഡ്വിച്ച് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയല്ല, മറിച്ച് സൺഫ്ലവർ ഓയിലാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ കടുകൊന്നും ചേർക്കണ്ട, ഇതേപോലെ ചെറിയ ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഇതേപോലെ പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊന്നും ഒരുപാടൊന്നും വേണ്ട, ഒരു മീഡിയം സൈസുള്ളത് അത്രയും മതി. എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവൊന്ന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരുപാട് എരിവൊന്നും ഇഷ്ടാവില്ല, അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്താലും മതിയാവും, ഒരുപാട് കൂടിപ്പോകരുത്. അപ്പോൾ ഇത് മൂന്നിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി സവാളയാണെങ്കിലും പതുക്കെ ഒന്നിങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാപ്സിക്കം കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ മാത്രം മതിയാവും. പതുക്കെ ഒന്ന് ഇളക്കി ആ പച്ചമണം പതുക്കെ ഒന്ന് മാറി ഒന്ന് പതുക്കെ വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ അത്ര മാത്രം മതി. ഇനിയിപ്പോൾ സാധാരണ കുതിർത്തിയെടുത്ത ഗ്രീൻ പീസ് ആണെങ്കിൽ പതുക്കെ ഒന്ന് വേവിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട്. ഫ്രോസൺ ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വെന്ത് വന്നോളും, അതുകൊണ്ടാണ്. കണ്ടോ, എല്ലാം ഇളക്കി എല്ലാം പകുതി ഒന്ന് വേവായിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി വാടി വന്ന പച്ചക്കറിയിലേക്ക് പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും. എരിവുള്ള മുളക് പൊടി വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി എരിവുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്രയും തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ മല്ലിപ്പൊടിയും അത്രയും തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ആ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നപ്പോൾ ഒരു മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ശരിക്കും ഒന്ന് ഉടച്ചെടുത്തതാണ്. അതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഈ പച്ചക്കറിയിലേക്കൊന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കയ്യിൽ ക്യാപ്സിക്കോം അതേപോലെ തന്നെ ക്യാരറ്റും ഗ്രീൻ പീസും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സവാള ഒന്ന് പതുക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ പൊടികൾ ചേർത്ത് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചത് അങ്ങ് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അതേപോലെ തന്നെ കുട്ടികളാകുമ്പോൾ അറിയാതെ അങ്ങ് കഴിച്ചു പൊക്കോളുകയും ചെയ്യും. അങ്ങനെ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇനിയിപ്പോൾ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പിടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ നാരങ്ങ നീരും കൂടി ഈ സമയം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിലും ഇതേപോലെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ് എന്ന് പറയുന്നത്, ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇനിയിപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് എടുത്തിട്ട് ഒരു സൈഡിൽ മയോണൈസും അതേപോലെ തന്നെ മറ്റേ ബ്രെഡിൽ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ടൊമാറ്റോ സോസ് മാത്രം 2 സൈഡിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, ഇല്ല മയോണൈസ് തന്നെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഏതാണോ ഇഷ്ടം അതേപോലെ ചെയ്താൽ മതി. ഞാനിവിടെ മയോണൈസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബ്രെഡിൻ്റെ ഒരു സൈഡിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല, നമ്മുടെ മിക്സ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങിൻ്റെ, അതും കൂടി ഇതേപോലെ അങ്ങ് വെച്ച് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുന്നുണ്ട്.
അവിടെ കുറച്ച് കട്ടിക്ക് തന്നെ ഇരിക്കട്ടെ കേട്ടോ. എന്നാലാണ് കുട്ടികളാണെങ്കിലും സ്കൂളിലൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും രാവിലെ കഴിച്ചിട്ടൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വയറ് നിറയുള്ളൂ. അടുത്ത ബ്രെഡ് എടുത്ത് പതുക്കെ ഇതേപോലെ വെച്ച് നന്നായിട്ടിങ്ങ് പ്രസ് ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കാം. അത് നമുക്ക് ചീസ് ഉപയോഗിച്ചിട്ട് ചെയ്യാവേ. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡിൽ മയോണൈസ് പറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സും കൂടി ഒന്ന് വെച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒന്നെങ്കിൽ ചീസിൻ്റെ ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൊസറല്ല ചീസോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചീസിൻ്റെ ഇതേപോലത്തെ ഷീറ്റാട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അടുത്ത ബ്രെഡിൻ്റെ സൈഡും കൂടി അങ്ങ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയും നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ നേരെ സാൻഡ്വിച്ച് പതുക്കെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് പതുക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, അതേപോലെ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. പതുക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മിക്സ് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബട്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വശമൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ബട്ടർ കുറച്ചും കൂടി ഒന്ന് പറ്റിയിട്ട് മറുവശവും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്നും മുരിഞ്ഞ് ഒരുപാടൊന്നും കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ ഇങ്ങനെ റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചീസ് വെച്ച് റെഡിയാക്കി നമ്മുടെ ബ്രെഡിൻ്റെ സാൻഡ്വിച്ചും കൂടി ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. വീണ്ടും കുറച്ച് ബട്ടർ പറ്റിയിട്ട് എല്ലായിടത്തും പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ചീസ് വെച്ച് മിക്സ് ചെയ്ത് നമ്മുടെ സാൻഡ്വിച്ചും കൂടി ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും രണ്ട് വശവും ഇങ്ങനെ റെഡിയായി കഴിയുമ്പോൾ മറിച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. പൊട്ടറ്റോ സാൻഡ്വിച്ചും അതേപോലെ തന്നെ പൊട്ടറ്റോ ചീസ് സാൻഡ്വിച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അങ്ങനെ നമ്മളിവിടെ 2 ടൈപ്പുള്ള പൊട്ടറ്റോ സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ രാവിലെയൊക്കെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാല ഉരുളക്കിഴങ്ങിൻ്റെ മസാല തലേന്ന് തന്നെ ഒന്ന് റെഡിയാക്കി തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും. അപ്പോഴാണെന്നുണ്ടെങ്കിലും രാവിലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടുകയും ചെയ്യാം. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ കേട്ടോ, നമ്മുടെ ബ്രെഡാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിഞ്ഞ മയോണൈസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ആ പൊട്ടറ്റോ ഫില്ലിങ്ങിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ അടിപൊളിയായിരിക്കും. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും സൂപ്പറായിരിക്കും. വൈകുന്നേരം സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ബോക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.